അടുത്തതായിട്ട് നമ്മൾ ചെയ്ത ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി നമുക്ക് വരുത്താം. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഡേറ്റ സ്റ്റുഡൻറ്റിൻ്റെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ നെയിമും സബ്ജക്റ്റും മാർക്കും നമ്മൾ എൻ്റർ ചെയ്തു. പിന്നെ അതിന് ശേഷം ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡേറ്റ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേരും മാർക്കും സബ്ജക്റ്റൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം അതിൽ മാക്സിമം മാർക്ക് ആർക്കാണോ അല്ലെങ്കിൽ ഏത് സ്റ്റുഡൻറ്റിനാണോ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പ്രിൻ്റ് ചെയ്യണം ഇതായിരിക്കും. അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ ആദ്യം നമുക്ക് ഫുൾ സ്റ്റുഡൻസിന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ മാക്സിമം മാർക്ക് ഇന്ന സ്റ്റുഡൻസിനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചപ്പോൾ ഒന്നിലധികം സ്റ്റുഡൻസിന് ചിലപ്പോൾ മാക്സിമം ഒരേ പേർക്ക് ഇപ്പോൾ 89 ആണ് മാക്സിമം മാർക്കെങ്കിൽ ഒന്നിലധികം സ്റ്റുഡൻസിന് ചിലപ്പോൾ 89 ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവരുടെ പേര് വേണമെന്നുണ്ടെങ്കിൽ പേര് സബ്ജക്റ്റ് മാർക്കും കൂടി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോമൺ. അപ്പോൾ നമുക്ക് ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ എങ്ങനെ ഇൻപുട്ട് ചെയ്യാന്നുള്ള ശേഷം ഫുൾ ഡേ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും സ്റ്റുഡൻസിൻ്റെ മാർക്ക് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് മാക്സിമം മാർക്ക് ആർക്കാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മാക്സിമം മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ ലിസ്റ്റിലെ മാക്സിമം മാർക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. മാക്സ് ഓഫ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മാക്സിമം ബിഗസ്റ്റ് നമ്പർ ഏതാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പൈത്തണിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് മറ്റ് സ്റ്റെപ്സ് ഉപയോഗിച്ച് ലിസ്റ്റിലെ വലിയ നമ്പർ ഏതാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ മാക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി അല്പം ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു ലിസ്റ്റിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്, ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു മെത്തേഡിൽ മാത്രമല്ല നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലമിന് നമുക്ക് പല മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. ഈ മെത്തേഡിലും നിങ്ങൾ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സ്റ്റെപ്സ് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഡിപ്പെൻസ്, അതിപ്പോൾ പല രീതിയിൽ നമുക്ക് ഇത് കാര്യങ്ങൾ സോൾവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫൈനൽ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ മാക്സിമം സ്റ്റെപ്സ് കുറയ്ക്കാനും നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്നും സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ മാർക്ക് ലിസ്റ്റിലേക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്ക് മാത്രം ഞാൻ ആദ്യമേ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ സ്റ്റുഡൻസ് ലിസ്റ്റ് മാർക്ക് ഈക്വൽ ടു I dot mark, then mark list dot append mark. അപ്പോൾ ഈ കാര്യം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കൊടുക്കും. ഓരോ തവണ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്സ് തന്നെ, കാരണം ഓൾറെഡി ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ മാർക്ക് ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വേറൊരു പ്രോസസ്സ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രം. ഈ സ്റ്റെപ്സ് ഇതിനകത്തേക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പായിട്ടൊന്നും ഡിക്ലെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനത് സെപ്പറേറ്റ് ലൂപ്പിൽ കൊടുത്തെന്ന് മാത്രം. അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അതൊരു പ്രത്യേക സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ലൂപ്പിൽ കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ഓരോ തവണയും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്ക് മാത്രം അതേ ഓർഡറിൽ സെയിം ഓർഡറിൽ തന്നെ എന്ത് ചെയ്ത് വരും, നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ലിസ്റ്റ് എന്ന ലിസ്റ്റിനകത്ത് മാർക്കുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സ് മാർക്ക് ഈക്വൽ ടു മാക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. മാക്സ് ഓഫ്, അപ്പോൾ നമുക്ക് മാക്സ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒന്നിലേതെങ്കിലും നമ്പർ നമുക്ക് കോമറ്റ് കൊടുക്കാം. അതിൽ ബിഗ്ഗസ്റ്റ് വേണമെങ്കിൽ കിട്ടും. അതിലേക്ക് നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ലിസ്റ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സ് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആകും. ഓക്കെ, ഇനി നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം നോക്കിയിട്ട് പ്രിന്റ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ നെയിം പ്രിന്റ് ആവുന്നുണ്ട്. അതിന് പകരം എനിക്കിപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഈക്വൽ ടു മാക്സിമം മാർക്ക് ആണെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം മാർക്കാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഒരു മെസ്സേജ് ആയിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം മാർക്ക് സ്റ്റുഡൻസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇപ്പം ഇന്ന സ്റ്റുഡൻസിനാണ് മാക്സിമം മാർക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റുഡൻസ് ലിസ്റ്റ്, ഓരോ സ്റ്റുഡൻസ് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് മാർക്ക് ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് ഐ ഡോട്ട് മാർക്ക് ഈക്വൽ ടു മാക്സിമം മാർക്ക്, അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമ്മൾ എടുക്കും. ആ മാർക്ക് മാക്സിമം മാർക്കിന് ഈക്വൽ ആണോ എന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ മാത്രം ആ സ്റ്റുഡൻറ്റിൻ്റെ മാത്രം, കാരണം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ മാർക്ക് ഏതാണെന്ന് കിട്ടി, ആ മാർക്ക് ഏത് കുട്ടിക്കാണോ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഐ ഡോട്ട് മാർക്ക്, ആ ഒബ്ജക്റ്റ് എടുത്തു, അതിൽ നിന്ന് ഒബ്ജക്റ്റ് എടുത്തു, അതിൻ്റെ മാർക്ക് മാക്സിമം മാർക്ക് ആണോ എന്ന് നോക്കി. ആണെങ്കിൽ മാത്രം അവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി ഇതെല്ലാം തന്നെ സെയിം ആയതുകൊണ്ട് ഓക്കെ. അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ മാത്രം പേര് നമുക്കിവിടെ കിട്ടും. ഇനി നമുക്കൊന്ന് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നെയിം നമ്മൾ എൻ്റർ ചെയ്യുന്നു, സബ്ജക്റ്റ് എൻ്റർ ചെയ്യുന്നു, മാർക്ക് എൻ്റർ ചെയ്യുന്നു, 1 കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റ് എൻ്റർ ചെയ്യുന്നു, നമുക്ക് 2 സ്റ്റുഡൻസിന് വേണമെങ്കിൽ 89 കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. നിങ്ങൾക്ക് 4 സ്റ്റുഡൻസിന് എൻ്റർ ചെയ്തിരിക്കുന്നു. 0 കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തു. ഇതിനകത്ത് ആദ്യം എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ലിസ്റ്റ് ഇവിടെ വന്നു, നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നതനുസരിച്ച് എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും വന്നു. അപ്പോൾ ഇതിനകത്ത് 89 ആണ് നമുക്ക് മാക്സിമം മാർക്ക്. അത് 2 സ്റ്റുഡൻസിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 പേരുടെയും പേര് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മാക്സിമം മാർക്ക് സ്റ്റുഡൻസ് അതില്ല, സബ്ജക്റ്റ് മാർക്ക്, അങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്ത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ വീണ്ടും നമുക്ക് പല ഓപ്പറേഷൻസ് വേണമെങ്കിൽ ക്യാരി ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഇത്ര സബ്ജക്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒന്നിലധികം സബ്ജക്ട്സ് അവരുടെ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. തന്നെ അതിന് ശേഷം അവരുടെ ടോട്ടലും അതുപോലെ തന്നെ ആവറേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതിനുശേഷം ടോട്ടൽ ആവറേജും കണ്ടതിന് ശേഷം മാക്സിമം മാർക്ക് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജസ്റ്റ് ഒരു സബ്ജക്റ്റും അതിൻ്റെ മാർക്ക് മാത്രമേ കൊടുക്കൂ. സബ്ജക്റ്റ് 1 അതിൻ്റെ മാർക്ക്, സബ്ജക്റ്റ് 2 അതിൻ്റെ മാർക്ക്, സബ്ജക്റ്റ് 3 അതിൻ്റെ മാർക്ക്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് മാക്സിമം ടോട്ടൽ ചെയ്തതിന് ശേഷം അതിൽ മാക്സിമം മാർക്കാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും. ഇപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ്, അതായത് മൾട്ടിപ്പിൾ ഡേറ്റ നമുക്ക് എൻ്റർ ചെയ്യുന്ന ലിസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ അത് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ള കേസും, അതുപോലെ തന്നെ ലിസ്റ്റിൽ നിന്നും അതെങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ള കേസും, ആക്സസ് ചെയ്തതിന് ശേഷം ബാക്കി പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക.